ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധ കാണ്ഡം എന്നീ രണ്ട് മലയാളം സിനിമകളുടെ ഓണച്ചിത്രങ്ങളുടെ ആദ്യ 13 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യമേ ടൊവിനോയുടെ ഈറം എന്ന സിനിമയിലേക്ക് ഓണച്ചിത്രങ്ങളുടെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് ഈറം എന്ന സിനിമയുടെ കേരള ഗ്രോസ് 42 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെയും 1 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ കടന്ന സിനിമ തുടർച്ചയായിട്ട് 13 ദിവസങ്ങൾ 1 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിൽ മുന്നേറുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വർഷം റിലീസ് ചെയ്ത മറ്റൊരു ഓണച്ചിത്രത്തിനും കേരളത്തിൽ തുടർച്ചയായിട്ട് 13 ദിവസങ്ങൾ 1 കോടി കളക്ഷൻ വന്നിട്ടില്ല. ടൊവിനോയുടെ ഈറം എന്ന സിനിമ ടൊവിനോയുടെ കരിയറിലെ തന്നെ വലിയ സിനിമയായിട്ട് 3D പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണല്ലോ എത്തിയത്. കഴിഞ്ഞ ദിവസം സിനിമയുടെ 87 കോടി രൂപയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നെങ്കിലും ഇനിയും സിനിമ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. കുറച്ചധികം ദിവസങ്ങൾ കാത്തിരിക്കണം 87 കോടിയിലേക്ക് ഈറം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെടാനായിട്ട്. ഇതിനിടയിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കൃത്യമായിട്ട് പുറത്തു വരുമ്പോൾ 13 ദിവസങ്ങൾ കൊണ്ട് 73 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഓണച്ചിത്രങ്ങളിലെ മറ്റൊരു വൻ തരംഗമായി മാറിയ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട ആസിഫ് അലി ചിത്രം കേരളത്തിൽ ഇന്നലെയും 1 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. തുടർച്ചയായി 10 ദിവസങ്ങൾ കിഷ്കിന്ധ കാണ്ഡം കേരള ബോക്സ് ഓഫീസിൽ 1 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്തു എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. 13 ദിവസത്തെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 28 കോടിക്കടുത്തേക്ക് അടുക്കുന്നു. 27 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ ഇതുവരെയുള്ള കേരള ഗ്രോസ് കളക്ഷൻ. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ 53 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഓണാവധിക്ക് ശേഷമുള്ള സിനിമയുടെ അതേ ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് അടുത്ത ഞായറാഴ്ച വരെ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതേ ലെവലിൽ പോകുകയാണെങ്കിൽ 60 കോടി ഈ വരുന്ന ഞായറാഴ്ചയോടെ സിനിമ എത്തുമെന്നും ഉറപ്പാണ്. അതിനുമപ്പുറം എത്ര കോടി സിനിമ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നിലവിൽ നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ കിഷ്കിന്ധ കാണ്ഡം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.